ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സോയാബീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. സോയാബീൻ ഉലർത്തിയത്, സോയാബീൻ ഫ്രൈ. ഓക്കെ, അതിനായിട്ട് ഞാൻ കുറച്ച് സോയാബീൻ ചൂടുവെള്ളത്തിൽ ഇട്ട് ഒരു അരമണിക്കൂർ എടുത്ത് വെച്ചതാണ് ഇത്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ആവശ്യമായ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലോട്ട് ആവശ്യത്തിന് കടുക് പൊട്ടിത്തെറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിത്തെറിച്ച് കഴിയുന്നതിന് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് വരട്ടി കൊടുക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള കൂടെ ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ ഒരു പച്ചമണം മാറണം. എന്നിട്ട് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ അരിഞ്ഞ രണ്ട് വലിയ സവാള വെച്ചാൽ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഫ്രൈ ചെയ്താൽ പെട്ടെന്നായി കിട്ടും, വരണ്ട് കിട്ടും. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ വരട്ടി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം വരണ്ട് വന്നപ്പോഴത്തേനും അതിലോട്ട് നമുക്ക് വേണ്ടതായ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിടാം. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നല്ലോണം അത് മസാലയൊക്കെ വേകും. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് കുറച്ച് വേവിച്ചെടുത്ത സോയാബീനും കൂടെ അതിലോട്ടിടാം. സോയാബീൻ അല്ല കേട്ടോ, സോയ ചങ്ക്സ്. സോയ ചങ്ക്സും കൂടെ അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം പറ്റി നല്ലോണം വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ സോയാബീൻ ഫ്രൈ റെഡിയായി. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സോയാബീൻ ഉലർത്തിയതും എന്ന് പറയാം. ഇന്നത്തെ ഫുഡ് സോയാബീൻ, പിന്നെ കുറച്ച് ബീൻസ് തോരനുമുണ്ട്, പുളിശ്ശേരി. നല്ല കുശാലായി. ഓക്കെ, താങ്ക് യു.